നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വെബ്കാസ്റ്റിംഗ് ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയുള്ള വീഡിയോയാണിത്. ഓപ്പറേറ്റർമാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് നിശ്ചയിച്ച ബൂത്തിൻ്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അടുത്തതായി നിങ്ങൾക്ക് ബൂത്തിൽ സ്ട്രീമിങ്ങിന് വേണ്ടിയുള്ള ക്യാമറ ഒരു ബാഗിലാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ബാഗിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബാഗാണ് ലഭിക്കുന്നത്. ഈ ബാഗിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കറിൽ നിങ്ങളുടെ ജില്ല, അതേപോലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്, LB നമ്പർ, അതേപോലെ പഞ്ചായത്തിൻ്റെ പേര് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര്, സ്ട്രീമിംഗ് ID. ഇതിൽ ഈ സ്ട്രീമിംഗ് ID പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തൊട്ടടുത്ത് അടിയിലായിട്ട് നിങ്ങളുടെ ബൂത്തിൻ്റെ പേര്, ബൂത്തിൻ്റെ പൂർണ്ണമായ വിവരം ഇവിടെ ഉണ്ട്. അത് വായിച്ചു നോക്കുക. ഈ ബൂത്തിലേക്കുള്ള ക്യാമറ ഈ ബൂത്തിലെ തന്നെയാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഈ ബാഗ് കൈപ്പറ്റുക. ബാഗ് കയ്യിൽ കിട്ടിയ ഉടനെ ഉള്ളിലുള്ള ക്യാമറയിലുള്ള സീരിയൽ നമ്പറും നിങ്ങളുടെ സ്ട്രീമിംഗ് IDയും സെയിം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറയുടെ ബാക്ക് സൈഡിലായിട്ട് സീരിയൽ നമ്പർ നൽകിയിട്ടുണ്ട്. ഈ സീരിയൽ നമ്പർ ചെക്ക് ചെയ്ത് നോക്കുക. ഈ സീരിയൽ നമ്പറും ബാഗിൻ്റെ പുറത്തുള്ള സ്ട്രീമിംഗ് ID നമ്പറും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ബ്ലോക്ക് കോർഡിനേറ്ററെ വിവരം അറിയിക്കുക. സ്ട്രീമിംഗ് ID ബാക്ക് സൈഡിൽ, ക്യാമറയുടെ ബാക്ക് സൈഡിൽ ഇത്തരത്തിലൊരു സ്റ്റിക്കർ ഇല്ലാത്ത ആളുകൾ മുകൾ ഭാഗത്തായിട്ട് ക്യാമറയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കറിൽ സീരിയൽ നമ്പർ നോക്കി മനസ്സിലാക്കുക. സീരിയൽ നമ്പർ കൺഫേം ചെയ്തതിന് ശേഷം ബാഗിലുള്ള മറ്റു വസ്തുക്കൾ ചെക്ക് ചെയ്ത് നോക്കുക. ബാഗിൽ പിന്നെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു UPS വിത്ത് അഡാപ്റ്റർ ആണ്. ഒരു ഭാഗത്ത് നമുക്ക് പവർ കണക്ട് ചെയ്യാനും മറ്റൊരു ഭാഗത്ത് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള പവർ കോഡുമാണ്. പിന്നെ നമുക്ക് നൽകിയിരിക്കുന്നത് ക്യാമറ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ ഹോൾഡർ ആണ്. ഈ ഹോൾഡർ ചുമരിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആണി കൂടെ നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബാഗിൽ ഉണ്ടാകുന്നത്. ബാഗിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ബ്ലോക്ക് കോർഡിനേറ്ററെ വിവരം അറിയിക്കുക. അടുത്തതായി നമ്മൾ ക്യാമറ എങ്ങനെയാണ് ചുമരിൽ ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചുമരിൽ നമ്മൾ ഹോൾഡർ ഘടിപ്പിച്ചുകൊണ്ടാണ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. ഹോൾഡർ ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഒരു ആണി ചുമരിൽ അടിച്ചു വെക്കുക. ചുമരിൽ ഫസ്റ്റ് ഇത്തരത്തിലൊരു ആണി ആദ്യമേ അടിച്ചു വെക്കുക. അല്ലാതെ നമ്മൾ ഹോൾഡർ വെച്ചതിന് ശേഷം ഒരു കാരണവശാലും ആണി അടിക്കരുത്. ആദ്യമേ ആണി അടിച്ചു വെക്കുക. എന്നിട്ട് ആ ആണിയിലേക്ക് ക്യാമറ ഹോൾഡർ ഇറക്കി വെക്കുകയാണ് വേണ്ടത്. ഈ ഹോൾഡർ വെക്കുന്ന സമയത്തുള്ള ഈ ആണി മാക്സിമം ചുമരിലേക്ക് പതിച്ചിട്ട് തന്നെ നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ക്യാമറ ഇറക്കാൻ വേണ്ടി കഴിയില്ല. അടുത്തതായി നമ്മൾ ക്യാമറ ഈ ഹോൾഡറിൽ ഇറക്കി വെക്കുന്നതാണ്. ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ക്യാമറയുടെ പൊസിഷൻ മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സീൽ ചെയ്ത ഭാഗം, ക്യാമറയുടെ സീൽ ചെയ്ത ഭാഗമാണ് അടിഭാഗത്തേക്ക് വരേണ്ടത്. അപ്പം നമുക്ക് നൽകിയിരിക്കുന്ന ക്യാമറ 4G IP ക്യാമറയാണ്. ഇതിൽ നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 2 ആന്റിന നൽകിയിട്ടുണ്ട്. 2 ആന്റിനയും മുകളിലേക്ക് വരുന്ന രൂപത്തിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ സിം സ്ലോട്ട്, നമ്മുടെ സീൽ ചെയ്തിരിക്കുന്ന ഭാഗം അടിയിലേക്കാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇതിനെ ഹോൾഡറിലേക്ക് ഇറക്കുക. ഹോൾഡറിൽ ഇറക്കുന്ന സമയത്ത് ക്യാമറയുടെ ബാക്കിലെ കേബിള് മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ്ങിലേക്ക് കൊടുത്തിട്ട് തന്നെ ഇറക്കേണ്ടതാണ്. ഈ കട്ടിങ് താഴ്ഭാഗത്താണെങ്കിൽ നമുക്ക് ഈ ബാക്കിലുള്ള ഈ പാർട്ട്, ഇവിടെയുള്ള ഈ ഹോൾഡർ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ക്യാമറയുടെ മുകൾ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിലേക്ക് വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് വേണം ഇത് ക്യാമറ ഹോൾഡറിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. ഹോൾഡറിൽ ഇറക്കുന്നതിന് മുമ്പ് ഈ ഹോൾഡർ ഘടിപ്പിച്ചിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഒരു കാരണവശാലും ക്യാമറ നിലത്ത് വീണ് പോകരുത്. അതുപോലെ ഹോൾഡറിലേക്ക് 2 സൈഡിലും ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഹോൾഡറിലേക്ക് ക്യാമറ ഇറക്കി വെക്കുക. ക്യാമറ ഇറക്കി വെച്ച് ക്യാമറ ടൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ക്യാമറ ഏത് ഭാഗത്തേക്കാണോ ആവശ്യം വരുന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മുകളിലേക്കാണോ താഴേക്കാണോ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ക്യാമറയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായി നമ്മൾ ക്യാമറയിലേക്കുള്ള പവർ കണക്ട് ചെയ്യുന്നതാണ്. പവർ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൾറെഡി UPS നൽകിയിട്ടുണ്ട്. UPSന്റെ ഒരു ഭാഗത്തുള്ള കേബിള് നമുക്ക് ക്യാമറയുടെ അഡാപ്റ്റർ ആണ്. ഈ ഭാഗം ക്യാമറക്ക് 2 കേബിളുകളാണ് നൽകിയിരിക്കുന്നത്.
ഇതിൽ ഒരെണ്ണം നമുക്ക് നെറ്റ്വർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്, മറ്റൊന്ന് പവർ കേബിൾ ആണ്. ഇപ്പൊ സിമ്മ് മാത്രം ഉപയോഗിക്കുന്ന ബൂത്തുകൾക്ക് പവർ കേബിൾ മാത്രമാണ് യൂസ് ചെയ്യേണ്ടതുള്ളൂ. വളരെ കുറഞ്ഞ ബൂത്തുകൾക്ക് ലാൻ കണക്ഷൻ നൽകുന്നുണ്ട്. അത്തരത്തിൽ ലാൻ കണക്ഷൻ നൽകുന്ന ബൂത്തുകൾ മാത്രം ഈ ഒരു പാർട്ട് ഉപയോഗിക്കേണ്ടതാണ്. നൽകിയിരിക്കുന്ന UPS അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കേബിൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇൻ കേസ് നമ്മുടെ പവർ കേബിൾ നിന്നും പവർ സപ്ലൈ കിട്ടുന്ന പ്ലഗ് നിന്ന് നമ്മുടെ ക്യാമറയിലേക്ക് ഈ ഒരു കേബിൾ വെച്ചിട്ട് എത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ആ വിവരം അറിയിക്കേണ്ടതാണ്. സെക്ടർ ഓഫീസ് വഴി നിങ്ങൾക്ക് അഡീഷണൽ എക്സ്റ്റൻഷൻ കേബിൾ നൽകുന്നതാണ്. മാക്സിമം ഇത് ഉപയോഗിച്ച് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ UPS നിന്നും ഔട്ട്പുട്ട് ലഭിക്കുന്ന ക്യാമറയുടെ അഡാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ UPS ലൈറ്റ് തെളിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ലൈറ്റ് തെളിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ ചാർജ് നിൽക്കുന്നുള്ളൂ. അല്ലാത്തതാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ 5 മണിക്കൂർ ഫസ്റ്റ് തന്നെ ചാർജിന് ഇടേണ്ടതാണ്. അടുത്തതായി നമ്മുടെ ക്യാമറയിലേക്ക് ശ്രദ്ധിക്കുക. ക്യാമറയിൽ ഇപ്പൊ നമുക്ക് പവർ വന്നിട്ടുണ്ട്. പവർ വന്ന ഫസ്റ്റ് നമുക്ക് ക്യാമറ പവർ ഓൺ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. SD കാർഡ് റെക്കോർഡിംഗ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓഡിയോ ആണ് വന്നിരിക്കുന്നത്. ഈ ഓഡിയോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. SD കാർഡ് റെക്കോർഡിംഗ് സ്റ്റാർട്ടഡ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത വല്ല കമന്റും ആണെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ വിവരം അറിയിക്കുക. ഓക്കെ, 4G നെറ്റ്വർക്ക് കണക്റ്റഡ് എന്നുള്ള മെസ്സേജ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഗ്രീൻ ലൈറ്റ്, റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേബിളായി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ സ്ട്രീമിംഗ് കൺട്രോൾ റൂമിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ഗ്രീനിൽ മാറുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പവർ അഡാപ്റ്റർ ഒന്നും കൂടെ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റേബിളായി നിൽക്കുന്നതാണ്. ഇൻ കേസ് ബ്ലിങ്കിങ് ആണെങ്കിൽ നമ്മുടെ പവർ അഡാപ്റ്റർ റിമൂവ് ചെയ്യുക, വീണ്ടും കണക്ട് ചെയ്യാം. ഈ ഭാഗം നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രീൻ ലൈറ്റ് സ്റ്റേബിളായി നിൽക്കുന്നത് വരെ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്യണം. അതേപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള എറർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ റൂമിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യാൻ പറയുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് എവിടെയും സ്വിച്ചുകൾ ഒന്നും തന്നെ ഇല്ല. ഈ പവർ അഡാപ്റ്റർ റിമൂവ് ചെയ്യുന്നു, ഡിസ്കണക്ട് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും കണക്ട് ചെയ്യുക. ഇത് മാത്രമാണ് നമുക്ക് ട്രബിൾ ഷൂട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതുപോലെ ഓപ്പറേറ്റർ ഒരു കാരണവശാലും ഈ ഭാഗത്ത് നമുക്ക് ക്യാമറ സീൽ ചെയ്തിട്ടുണ്ട്. ഈ സീൽ ചെയ്തത് ഒരു കാരണവശാലും ഓപ്പറേറ്റർ പൊളിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ക്യാമറക്ക് ഏത് തരത്തിലുള്ള കംപ്ലൈന്റ് വന്നാലും നിങ്ങൾ ഈ ഭാഗം ഒരു കാരണവശാലും പൊളിച്ച് നോക്കാൻ വേണ്ടി പാടില്ല. അതേപോലെ ക്യാമറ നിലത്ത് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മുടെ UPSലേക്ക് ചാർജ് കയറുന്നതും അതേപോലെ UPS വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പവർ ചാർജിങ് നടക്കുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള ഈ ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട് എങ്കിൽ നമ്മുടെ UPSലേക്ക് ചാർജ് ഇൻപുട്ട് ലഭിക്കുന്നുണ്ട്. അതല്ല ഇത് ചാർജിങ് പോർട്ട് ബ്ലൂ ലൈറ്റ് കത്തുന്നില്ല എങ്കിൽ നമ്മൾ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾ ചെക്ക് ചെയ്ത് നോക്കുക. പവർ സ്വിച്ചിൻ്റെ അകത്ത് എങ്ങനെയാണോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും ചാർജ് കയറുന്നില്ല എങ്കിൽ ആ വിവരം ആ സമയത്ത് തന്നെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് സ്ട്രീമിംഗ്, നമ്മുടെ വീഡിയോ ലൈവ് എങ്ങനെയാണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾ ആ ലൈവ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ക്യാമറ വെച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ, ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തണോ എന്ന് നോക്കിയിട്ട് ക്യാമറ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കെൽട്രോണിന്റെ സൈറ്റിലാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. election.keltron.in എന്നുള്ള വെബ്സൈറ്റിലാണ്. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ മതി. ആ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓഫീസിലേക്ക് നൽകിയിരിക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ നൽകുക. സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. OTP വന്നതിന് ശേഷം OTP വെച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. OTP വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിങ്ങളുടെ അണ്ടറിലുള്ള ബൂത്തുകൾ, ഒന്നിൽ കൂടുതൽ ബൂത്തുകളുള്ള ആളുകളാണെങ്കിൽ 1-2 ബൂത്തുകൾ അവിടെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഏത് ബൂത്തിൻ്റെതാണോ ചെക്ക് ചെയ്യുന്നത് ആ ബൂത്തിന്റെ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റാറ്റസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴ്ഭാഗത്തായിട്ട് നിങ്ങളുടെ ബൂത്തിലെ വീഡിയോ, ആ സമയത്ത് റൺ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പം ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഈ ഒരു സൗകര്യം നമുക്ക് പോളിംഗ് ഡേയിൽ ലഭിക്കില്ല. തലേ ദിവസം വരെയേ കാണാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ തലേ ദിവസം തന്നെ ക്യാമറ കൃത്യമായി കണക്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി വേണം ഓപ്പറേറ്റർ ബൂത്തിൽ നിന്ന് പോകുന്നത്.
അതേപോലെ കൺട്രോൾ റൂമിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വിവരം ലഭിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ വിഷ്വൽ കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പോളിംഗ് ഡേയിൽ ജസ്റ്റ് നിങ്ങളുടെ ബൂത്ത് അപ്പ് ആണോ ഡൗൺ ആണോ നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ പോളിംഗ് ഡേയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നിർബന്ധമായി നിങ്ങൾ കൈവശം വെക്കേണ്ടതാണ്. ആ മൊബൈലിലേക്കാണ് നിങ്ങൾക്ക് കൺട്രോൾ റൂമിൽ നിന്നുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നത്. ചിലപ്പോൾ മെസ്സേജ് ആയിട്ടായിരിക്കും ലഭിക്കുക, ചിലപ്പോൾ കോളായി ലഭിക്കും. അപ്പൊ ഏത് വിധേനയാണെങ്കിലും ആ രൂപത്തിൽ പ്രതികരിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ മൊബൈൽ ഫോണ് ബൂത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും ഫോണിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ ചെക്ക് ചെയ്യുന്നതാണ്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള കംപ്ലൈന്റും ലഭിക്കാൻ പാടുള്ളതല്ല. അവസാനമായി നമ്മുടെ പോളിംഗ് കംപ്ലീഷൻ ആണ്. പോളിംഗ് ഡേയുടെ അന്ന് നമ്മൾ മോക്ക് പോളിന് മുമ്പായി തന്നെ ബൂത്തിൽ എത്തേണ്ടതാണ്. മോക്ക് പോള് 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം നേരത്തെ തന്നെ എത്തി നമ്മുടെ ക്യാമറ ലൈവായി നിൽക്കേണ്ടതാണ്. പോളിംഗ് പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം EVM മെഷീനുകൾ സീൽ ചെയ്യുന്നത് വരെ നമ്മൾ സ്ട്രീമിംഗ് തുടരേണ്ടതാണ്. സീൽ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കൺട്രോൾ റൂമിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബൂത്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്യാമറ ഡിസ്കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ബാഗ് നൽകിയിരിക്കുന്നത് ആ ബാഗിലേക്ക് മുഴുവൻ സാധനങ്ങളും ക്യാമറ, അതേപോലെ ക്യാമറ ഹോൾഡർ, UPS ആണി പറിക്കാൻ കഴിയുന്നതാണെങ്കിൽ മാത്രം പറിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ ആണി തിരിച്ചു നൽകേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബാഗിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഈ ബാഗ് നിങ്ങൾക്ക് ആരാണോ ക്യാമറ നൽകിയിരിക്കുന്നത് അവരിലേക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾ പോളിംഗ് കംപ്ലീറ്റ് ആയ ആ സമയത്ത് തന്നെ കൈമാറേണ്ടതാണ്. കാരണം EVM മെഷീന് പോലെ നമ്മുടെ വോട്ടിംഗ് മറ്റു മെഷീനിന്റെ അതേ പ്രാധാന്യം തന്നെ ഈ ക്യാമറക്കും നൽകിയിട്ടുണ്ട്. ഈ ക്യാമറയിൽ നമ്മൾ അന്ന് എടുത്തിരിക്കുന്ന മുഴുവൻ വീഡിയോ റെക്കോർഡഡ് ആണ്. അപ്പം ഇതിനെ ആ ദിവസം തന്നെ ഇലക്ഷൻ കംപ്ലീറ്റ് ആവുന്ന ആ ഡേയിൽ തന്നെ തിരിച്ച് കളക്ടറേറ്റിലേക്ക് എത്തേണ്ടതാണ്. നിങ്ങൾ എപ്പോഴാണോ ബൂത്തിൽ നിന്ന് ഇറങ്ങുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ തിരിച്ച് നൽകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെബ്കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം ID കാർഡ് നൽകിയിട്ടുണ്ട്. ആ ID കാർഡിൽ ഫോട്ടോ പതിച്ച് ആ ID കാർഡുമായിട്ട് വേണം നിങ്ങൾ എല്ലാവരും ബൂത്തിലേക്ക് പ്രവേശിക്കാൻ. ഒരു കാരണവശാലും ഒരു ഓപ്പറേറ്റർക്ക് പകരം വേറെ ആർക്കും ഈ ID കാർഡ് നൽകിക്കൊണ്ട് മറ്റാരെയും വിടാൻ വേണ്ടി പാടുള്ളതല്ല. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഒന്നുകിൽ ബ്ലോക്ക് കോർഡിനേറ്ററെ, അല്ലെങ്കിൽ താലൂക്ക് കോർഡിനേറ്ററെ, അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് തന്നെ അതാത് സമയങ്ങളിൽ തന്നെ ആ ഇഷ്യൂ പരിഹരിക്കേണ്ടതാണ്. പിന്നെ ക്യാമറ ട്രബിൾ ഷൂട്ടിങ്ങിന്റെ കാര്യം ഫസ്റ്റേ പറഞ്ഞതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അഡാപ്റ്റർ റിമൂവ് ചെയ്തിട്ട് വീണ്ടും റീകണക്ട് മാത്രമാണ്. അതല്ലാതെ വേറൊരു തരത്തിലുള്ള ട്രബിൾ ഷൂട്ട് നിങ്ങൾ സ്വന്തം ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ സീൽ ചെയ്തിരിക്കുന്ന ഭാഗം ഒരു കാരണവശാലും പൊളിക്കാനും പാടുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെ നന്നായി നമുക്ക് ഇലക്ഷൻ വെബ്കാസ്റ്റിംഗ് നടത്തേണ്ടതുണ്ട്. എല്ലാ ഓപ്പറേറ്ററും പൂർണ്ണമായി സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.